അശോക് ദിവസക്കൂലി വാങ്ങുന്ന ഒരു തൊഴിലാളിയാണ്. അദ്ദേഹം സിറ്റിയിൽ കെട്ടിട ജോലി ചെയ്ത് തന്റെ കുടുംബത്തിനെ പോറ്റി വന്നു. അദ്ദേഹത്തിന് ദിവസക്കൂലി 300 രൂപ കിട്ടും. അശോക് ഒരു വാടക വീട്ടിൽ ജീവിച്ചിരുന്നു. തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അനുരാധ, പിന്നെ അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ടായിരുന്നു. ഭുവൻ, ജീവൻ, പിന്നെ നന്ദിനി. ഇന്ന് അനുരാധേ, നിങ്ങളുടെ ഇന്നത്തെ കൂലി? ഇന്നലെ 3000 രൂപ കാശ് വാടക നൽകി ചേട്ടാ. നല്ല കാര്യം. നിങ്ങൾക്ക് കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടിയാൽ നന്നായിരിക്കും. ഇത്ര കുറഞ്ഞ വരുമാനത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കാനാണ് ചേട്ടാ? ദൈവം എത്രയും പെട്ടെന്ന് നടപ്പാക്കി തരട്ടെ. എന്നാൽ ഇപ്പോഴുള്ള അവസ്ഥയില് നമ്മൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നില്ലല്ലോ, അതോർത്ത് നമുക്ക് സന്തോഷിക്കാം. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്നുണ്ട്, നമുക്ക് വയറ് നിറച്ച് ഭക്ഷണവും കിട്ടുന്നുണ്ട്. അതിന് ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. അതേ ചേട്ടാ, സത്യമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ഒരുപാടുണ്ട്. അശോകും അനുരാധയും വളരെ പാവപ്പെട്ട കുടുംബത്തിലേതാണ്. പക്ഷെ അവർ എപ്പോഴും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടില്ല. അവർ സന്തോഷത്തോടെയായിരുന്നു, സന്തോഷത്തോടെ ജീവിച്ചു. അനുരാധ പാവപ്പെട്ടവരെ ഒരുപാട് സഹായിക്കും. ഒരു ദിവസം നടന്ന സംഭവം, അനുരാധ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. അതായത് ഒരു വയസ്സായ അമ്മുമ്മ വഴിയിൽ ഭിക്ഷ യാചിക്കുകയായിരുന്നു. നന്നായിട്ട് വിശക്കുന്നു മക്കളെ, ഒരുപാട് ദിവസമായി ആഹാരം കഴിച്ചിട്ട്. അവിടെ നിന്നവരൊക്കെ ആ അമ്മുമ്മയെ കണ്ടു. പക്ഷെ ആരും തന്നെ അവരെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. അമ്മേ, നിങ്ങൾക്ക് ഒരുപാട് വിശക്കുന്നുണ്ടല്ലേ, എന്നോടൊപ്പം വരൂ. അനുരാധ ആ അമ്മുമ്മയെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ജ്യേഷ്ഠ, ഈ അമ്മുമ്മയ്ക്ക് ആവശ്യമുള്ള ആഹാരം കൊടുക്കൂ, ഇതാ കാശ്. അനുരാധ ഹോട്ടൽക്കാരന് കാശ് നൽകി. എന്നിട്ട് ആ സർവർ ആ അമ്മുമ്മയ്ക്ക് ആഹാരം നൽകി. വളരെ വിശപ്പോടെ ഉണ്ടായിരുന്ന അമ്മുമ്മ ഉടൻ തന്നെ കഴിക്കാൻ തുടങ്ങി. അനുരാധ അവിടെ അടുത്തുണ്ടായിരുന്നു. അമ്മുമ്മ കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ, ഇനി എന്തെങ്കിലും വേണോ അമ്മേ? വേണ്ട മോളെ, വയറു നിറഞ്ഞു. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. നീ ഒരു കഷ്ടവുമില്ലാതെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അനുരാധ അമ്മുമ്മയുടെ കയ്യിൽ വീണ്ടും കുറച്ചു കാശ് നൽകി. ഇതാ അമ്മേ, നിങ്ങൾക്ക് വീണ്ടും വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങി കഴിക്കണേ. നന്ദി മോളെ, നീ വളരെ നല്ല മോളായിട്ട് തോന്നുന്നു. നിനക്കൊരിക്കലും ഒരു പ്രശ്നവും വരത്തില്ല. നിനക്ക് എപ്പോഴൊക്കെയാണോ സഹായം ആവശ്യമുള്ളത്, നീ ചെയ്ത ധർമ്മം നിന്നെ സഹായിക്കും തീർച്ചയായും. അനുരാധ അവിടെ നിന്നും ചിരിച്ചുകൊണ്ടു പോയി. അനുരാധയെ പോലെ അശോകും വളരെ നല്ലവനാണ്. അദ്ദേഹവും ജനങ്ങളെ ഒരുപാട് സഹായിക്കും. ചേട്ടാ, ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാം. പക്ഷേ മോനെ, ഇതിന് ഭയങ്കര കനവാ. കൂലിക്കാരന് ഇതൊക്കെ ഒരു കനമാണോ? വാ. അശോക് ആ അപ്പൂപ്പന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഒരുപാട് നന്ദിയുണ്ട്. നീ ഒരുപാട് മനസാക്ഷിയുള്ള ആളാ. നിനക്ക് ദൈവം എപ്പോഴും നല്ലത് വരുത്തട്ടെ. എന്നാ ഞാൻ പോവാ ചേട്ടാ. അനുരാധയും അശോകും പാവപ്പെട്ടവരാണ്. പക്ഷെ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും അവർ റെഡിയായിരുന്നു. അവർ ചെയ്യുന്ന ഉപകാരത്തിന് ഒരു കണക്കുമില്ലായിരുന്നു. അവർക്ക് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ അവരാരെങ്കിലും സഹായിച്ചുകൊണ്ടേയിരുന്നു. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം അശോക് ബിൽഡിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ ഉയരത്തിലായിരുന്നു. എന്തു പറയണമെന്ന് അറിയില്ല. പെട്ടെന്ന് തന്നെ കാലിന്റെ അടിയിലുണ്ടായിരുന്ന കമ്പ് ഉടഞ്ഞുപോയി. എന്നിട്ട് അശോക് മുകളിൽ നിന്നും താഴേക്ക് വീണു. അദ്ദേഹത്തിന് നന്നായിട്ട് പരിക്കേറ്റു. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിന് ചികിത്സ ചെയ്തു. എന്തോ ഭാഗ്യം കൊണ്ട് തനിക്ക് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. കാൽമുട്ടിന്റെ ഒരു എല്ലൊടിഞ്ഞിട്ടുണ്ട്. അത് ശരിയാകാൻ എങ്ങനെ പോയാലും ഒരു 2-3 മാസം എടുക്കും. പക്ഷെ അതുവരെ മറ്റു ജോലിക്കൊന്നും പോകാൻ പാടില്ല. 2-3 മാസമോ? 2-3 മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും വിഷമത്തിലായി. അശോക് ഒരു ദിവസക്കൂലിക്കാരനാണ്. അദ്ദേഹം ദിവസവും ജോലിക്ക് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് കാശ് കിട്ടൂ. അദ്ദേഹം 2-3 മാസം റെസ്റ്റിലായാൽ കുടുംബ ചെലവിന് എന്തു ചെയ്യും? ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും? നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകാം. അത് ഉപയോഗിച്ച് നമുക്ക് സന്തോഷമായിട്ട് കഴിയാം. വേറെ ഒരു വഴിയുമില്ല. ദൈവം നമുക്ക് ഇങ്ങനെ വരുത്തുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. അശോകും അനുരാധയും ചേർത്ത് വെച്ച കാശ് ട്രീറ്റ്മെന്റിന് തന്നെ ചെലവായി. ഇപ്പോൾ അവരുടെ കയ്യിൽ വളരെ കുറച്ച് കാശ് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കയ്യിലുള്ളത് വെറും 300 രൂപയാണ്. ഇത് ഉപയോഗിച്ച് 2 ദിവസം മാത്രമേ കഴിച്ചുകൂട്ടാൻ പറ്റൂ. ഞാൻ പെട്ടെന്ന് ജോലി തേടിയേ പറ്റൂ. ഞാൻ എത്ര ദിവസം കൊണ്ട് ജോലി തേടി അലയുകയാ. ദൈവമേ, എനിക്ക് ഒരു ജോലി പെട്ടെന്ന് കിട്ടണേ. പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരാൻ പാടില്ലേ. ഞാനും ദൈവത്തോട് അത് തന്നെയാ പ്രാർത്ഥിക്കുന്നത്. സമാധാനിക്കൂ, ഞാൻ ഈ കാശ് കൊണ്ട് എന്ത് കിട്ടുന്നോ അത് വാങ്ങിട്ട് വരാം. ആ. അശോകും അനുരാധയും വിഷമത്തിലായിരുന്നു.
അവരുടെ വീട്ടിന്റെ അവസ്ഥ വളരെ ഗുരുതരമായി. ആ 300 രൂപയും കൊണ്ട് അനുരാധ മാർക്കറ്റിലേക്ക് പോയി. അവൾ അവിടെ നിന്ന് അരി, പരിപ്പ്, സാധനങ്ങളൊക്കെ വാങ്ങി. ഇപ്പോൾ അനുരാധയുടെ കയ്യിൽ വെറും 10 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ റോട്ടിൽ അമ്മുമ്മയെ അവൾ കണ്ടു. ഒരുപാട് വിശക്കുന്നു മോളെ. ഒരുപാട് ദിവസമായി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൽകൂ മോളെ. പാപം ഈ അമ്മ. പക്ഷെ ഇന്ന് ഇവർക്ക് ആഹാരം വാങ്ങി കൊടുക്കാനായി എന്റെ കയ്യിൽ കാശുമില്ലല്ലോ. വെറും 10 രൂപയേ ഉള്ളൂ. ഇതുകൊണ്ട് എന്ത് കിട്ടാനാ? അനുരാധ ഇവിടെയും അവിടെയും തിരിഞ്ഞു നോക്കി. അവിടെ ഒരു പക്കോട കടയുണ്ടായിരുന്നു. എനിക്ക് 10 രൂപയ്ക്ക് പക്കോട നൽകൂ. അനുരാധ കടക്കാരന്റെ കയ്യിൽ 10 രൂപ നൽകി. എന്നിട്ട് പക്കോട വാങ്ങി. ആ പക്കോടയുമായി അനുരാധ ആ അമ്മുമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, ഇന്ന് നിങ്ങൾക്ക് നൽകാൻ എന്റെ കയ്യിൽ വേറെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇത് കഴിക്കൂ. ആ വയസ്സായ അമ്മുമ്മ ആ പക്കോട പേപ്പറിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഈ പക്കോട നിന്റെ വീട്ടിലേക്ക് എടുത്തോണ്ട് പോ മോളെ. ഞാൻ കഴിച്ചെന്ന് നീ വിചാരിച്ചോ? ഇന്ന് ഇതിന്റെ അവകാശം നിനക്കാണ്. പക്ഷെ അമ്മേ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ആ വയസ്സായ അമ്മുമ്മ ചിരിച്ചുകൊണ്ടേ അവളുടെ മുൻപിൽ തന്നെ മറഞ്ഞുപോയി. അനുരാധയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അവൾ ആ വയസ്സായ അമ്മുമ്മയെ അവിടെയും ഇവിടെയും തേടി. പക്ഷെ അവരെ എവിടെയും കാണാനില്ലായിരുന്നു. എന്നിട്ട് അനുരാധ തിരിച്ചു വീട്ടിലേക്ക് എത്തി. അവൾ തന്റെ ഭർത്താവിനോട് നടന്നതൊക്കെ പറഞ്ഞു. അതെങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് മറഞ്ഞു പോകാൻ കഴിയാ? അറിയില്ല ചേട്ടാ, എനിക്ക് ആശ്ചര്യം തോന്നി. ശരി, ആ പക്കോട കാണിച്ചേ. അശോക് ആ പക്കോട ഉണ്ടായിരുന്ന പൊതി തുറന്നു. എന്നിട്ട് ആശ്ചര്യത്തിലായി. ആ പേപ്പറിനകത്ത് സ്വർണ്ണ പക്കോടകളാണ് ഉണ്ടായിരുന്നത്. സ്വർണമോ? ഇത്രമാത്രം സ്വർണമോ? ഇത് സത്യമാണോ എന്തോ? അതെ, പക്ഷെ ഇത് എങ്ങനെയാ? എല്ലാം ആ വയസ്സായ അമ്മുമ്മയാണ് കാരണം. അന്ന് അവരെന്നെ ആശീർവദിച്ചിരുന്നു. നന്ദി മോളെ, നീ വളരെ നല്ലവളായി തോന്നുന്നു. നിനക്കൊരിക്കലും തെറ്റൊന്നും നടക്കില്ല. നിനക്ക് സഹായം വേണമെന്ന് തോന്നുമ്പോൾ നീ ചെയ്ത ധർമ്മം നിനക്ക് സഹായമായി മാറും. അതെ, നമ്മൾ ഇത്രയും കാലം ചെയ്ത നല്ല പ്രവൃത്തിക്ക് നമുക്ക് ആവശ്യം വന്നപ്പോൾ ആ സഹായം തിരിച്ചു കിട്ടി. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അതിനുശേഷം അശോകിന്റെയും അനുരാധയുടെയും ജീവിതം തന്നെ മാറി. അശോകിന്റെ രോഗമൊക്കെ മാറി. ഇപ്പോൾ അദ്ദേഹം ദിവസം തോറും ജോലിക്ക് പോകാറില്ല. അനുരാധയും അശോകും സ്വന്തമായി വീട് വാങ്ങിയിരിക്കുന്നു. പിന്നെ ഒരു സ്വന്തം കടയും ഇട്ടു. ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ചു ജോലി ചെയ്തു. സ്വർണ്ണ പക്കോട വന്ന് അശോകിന്റെയും അനുരാധയുടെയും ജീവിതം തന്നെ മാറ്റി. അശോക് ദിവസക്കൂലി വാങ്ങുന്ന ഒരു തൊഴിലാളിയാണ്. അദ്ദേഹം സിറ്റിയിൽ കെട്ടിട ജോലി ചെയ്ത് തന്റെ കുടുംബത്തിനെ പോറ്റി വന്നു. അദ്ദേഹത്തിന് ദിവസക്കൂലി 300 രൂപ കിട്ടും. അശോക് ഒരു വാടക വീട്ടിൽ ജീവിച്ചിരുന്നു. തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അനുരാധ, പിന്നെ അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ടായിരുന്നു. ഭുവൻ, ജീവൻ, പിന്നെ നന്ദിനി. ഇന്ന് അനുരാധേ, നിങ്ങളുടെ ഇന്നത്തെ കൂലി. ആ, ഇന്നലെ 3000 രൂപ കാശ് വാടക നൽകി ചേട്ടാ. നല്ല കാര്യം. ആ, നിങ്ങൾക്ക് കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടിയാൽ നന്നായിരിക്കും. ഇത്ര കുറഞ്ഞ വരുമാനത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കാനാണ് ചേട്ടാ? ദൈവം എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കി തരട്ടെ. എന്നാൽ ഇപ്പോഴുള്ള അവസ്ഥയില് നമ്മൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നില്ലല്ലോ. അതോർത്ത് നമുക്ക് സന്തോഷിക്കാം. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്നുണ്ട്. നമുക്ക് വയറ് നിറച്ച് ഭക്ഷണവും കിട്ടുന്നുണ്ട്. അതിന് ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. അതെ ചേട്ടാ, സത്യമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ഒരുപാടുണ്ട്. അശോകും അനുരാധയും വളരെ പാവപ്പെട്ട കുടുംബത്തിലേതാണ്. പക്ഷെ അവർ എപ്പോഴും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടില്ല. അവർ സന്തോഷത്തോടെയായിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചു. അനുരാധ പാവപ്പെട്ടവരെ ഒരുപാട് സഹായിക്കും. ഒരു ദിവസം നടന്ന സംഭവം. അനുരാധ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. അതായത് ഒരു വയസ്സായ അമ്മുമ്മ വഴിയിൽ ഭിക്ഷയാചിക്കുകയായിരുന്നു. നന്നായിട്ട് വിശക്കുന്നു മക്കളെ. ഒരുപാട് ദിവസമായി ആഹാരം കഴിച്ചിട്ട്. അവിടെ നിന്നവരൊക്കെ ആ അമ്മുമ്മയെ കണ്ടു. പക്ഷെ ആരും തന്നെ അവരെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. അമ്മേ, നിങ്ങൾക്ക് ഒരുപാട് വിശക്കുന്നുണ്ടല്ലേ? എന്നോടൊപ്പം വരൂ. അനുരാധ ആ അമ്മുമ്മയെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ജ്യേഷ്ഠ, ഈ അമ്മുമ്മയ്ക്ക് ആവശ്യമുള്ള ആഹാരം കൊടുക്കൂ. ഇതാ കാശ്. അനുരാധ ഹോട്ടൽക്കാരന് കാശ് നൽകി. എന്നിട്ട് ആ സർവർ ആ അമ്മുമ്മയ്ക്ക് ആഹാരം നൽകി. വളരെ വിശപ്പോടെ ഉണ്ടായിരുന്ന അമ്മുമ്മ ഉടൻ തന്നെ കഴിക്കാൻ തുടങ്ങി. അനുരാധ അവിടെ അടുത്തുണ്ടായിരുന്നു. അമ്മുമ്മ കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ, ഇനി എന്തെങ്കിലും വേണോ അമ്മേ? വേണ്ട മോളെ, വയറു നിറഞ്ഞു. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. നീ ഒരു കഷ്ടവുമില്ലാതെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അനുരാധ അമ്മുമ്മയുടെ കയ്യിൽ വീണ്ടും കുറച്ചു കാശ് നൽകി. ഇതാ അമ്മേ, നിങ്ങൾക്ക് വീണ്ടും വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങി കഴിക്കണേ. നന്ദി മോളെ.
നീ വളരെ നല്ല മോളായിട്ട് തോന്നുന്നു. നിനക്കൊരിക്കലും ഒരു പ്രശ്നവും വരത്തില്ല. നിനക്ക് എപ്പോഴൊക്കെയാണോ സഹായം ആവശ്യമുള്ളത്, നീ ചെയ്ത ധർമ്മം നിന്നെ സഹായിക്കും തീർച്ചയായും. അനുരാധ അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് പോയി. അനുരാധയെ പോലെ അശോകും വളരെ നല്ലവനാണ്. അദ്ദേഹവും ജനങ്ങളെ ഒരുപാട് സഹായിക്കും. ചേട്ടാ, ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാം. പക്ഷെ മോനെ, ഇതിന് ഭയങ്കര കനവാ. കൂലിക്കാരന് ഇതൊക്കെ ഒരു കനമാണോ? വാ. അശോക് ആ അപ്പൂപ്പന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഒരുപാട് നന്ദിയുണ്ട്. നീ ഒരുപാട് മനസാക്ഷിയുള്ള ആളാ. നിനക്ക് ദൈവം എപ്പോഴും നല്ലത് വരുത്തട്ടെ. എന്നാ ഞാൻ പോവാ ചേട്ടാ. അനുരാധയും അശോകും പാവപ്പെട്ടവരാണ്. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും അവർ റെഡിയായിരുന്നു. അവർ ചെയ്യുന്ന ഉപകാരത്തിന് ഒരു കണക്കുമില്ലായിരുന്നു. അവർക്ക് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ അവരാരെങ്കിലും സഹായിച്ചുകൊണ്ടേയിരുന്നു. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം അശോക് ബിൽഡിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ ഉയരത്തിലായിരുന്നു. എന്തു പറയണമെന്ന് അറിയില്ല. പെട്ടെന്ന് തന്നെ കാലിന്റെ അടിയിലുണ്ടായിരുന്ന കമ്പ് ഉടഞ്ഞുപോയി. എന്നിട്ട് അശോക് മുകളിൽ നിന്നും താഴേക്ക് വീണു. അദ്ദേഹത്തിന് നന്നായിട്ട് പരിക്കേറ്റു. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിന് ചികിത്സ ചെയ്തു. എന്തോ ഭാഗ്യം കൊണ്ട് തനിക്ക് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. കാൽമുട്ടിന്റെ ഒരു എല്ലൊടിഞ്ഞിട്ടുണ്ട്. അത് ശരിയാകാൻ എങ്ങനെ പോയാലും ഒരു 2-3 മാസം എടുക്കും. പക്ഷെ അതുവരെ മറ്റു ജോലിക്കൊന്നും പോകാൻ പാടില്ല. 2-3 മാസമോ? 2-3 മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും വിഷമത്തിലായി. അശോക് ഒരു ദിവസക്കൂലിക്കാരനാണ്. അദ്ദേഹം ദിവസവും ജോലിക്ക് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് കാശ് കിട്ടൂ. അദ്ദേഹം 2-3 മാസം റെസ്റ്റിലായാൽ കുടുംബ ചെലവിന് എന്തു ചെയ്യും? ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും? നിങ്ങൾ വിഷമിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകാം. അത് ഉപയോഗിച്ച് നമുക്ക് സന്തോഷമായിട്ട് കഴിയാം. വേറെ ഒരു വഴിയുമില്ല. ദൈവം നമുക്ക് ഇങ്ങനെ വരുത്തുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. അശോകും അനുരാധയും ചേർത്ത് വെച്ച കാശ് ട്രീറ്റ്മെന്റിന് തന്നെ ചെലവായി. ഇപ്പോൾ അവരുടെ കയ്യിൽ വളരെ കുറച്ച് കാശ് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കയ്യിലുള്ളത് വെറും 300 രൂപയാണ്. ഇത് ഉപയോഗിച്ച് 2 ദിവസം മാത്രമേ കഴിച്ചുകൂട്ടാൻ പറ്റൂ. ഞാൻ പെട്ടെന്ന് ജോലി തേടിയേ പറ്റൂ. ഞാൻ എത്ര ദിവസം കൊണ്ട് ജോലി തേടി അലയുകയാ. ദൈവമേ, എനിക്ക് ഒരു ജോലി പെട്ടെന്ന് കിട്ടണേ. പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരാൻ പാടില്ലേ. ഞാനും ദൈവത്തോട് അത് തന്നെയാ പ്രാർത്ഥിക്കുന്നത്. സമാധാനിക്കൂ. ഞാൻ ഈ കാശ് കൊണ്ട് എന്ത് കിട്ടുന്നോ അത് വാങ്ങിട്ട് വരാം. അശോകും അനുരാധയും വിഷമത്തിലായിരുന്നു. അവരുടെ വീട്ടിന്റെ അവസ്ഥ വളരെ ഗുരുതരമായി. ആ 300 രൂപയും കൊണ്ട് അനുരാധ മാർക്കറ്റിലേക്ക് പോയി. അവൾ അവിടെ നിന്ന് അരി, പരിപ്പ്, സാധനങ്ങളൊക്കെ വാങ്ങി. ഇപ്പോൾ അനുരാധയുടെ കയ്യിൽ വെറും 10 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ റോട്ടിൽ അമ്മുമ്മയെ അവൾ കണ്ടു. ഒരുപാട് വിശക്കുന്നു മോളെ. ഒരുപാട് ദിവസമായി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൽകൂ മോളെ. പാപം ഈ അമ്മ. പക്ഷെ ഇന്ന് ഇവർക്ക് ആഹാരം വാങ്ങി കൊടുക്കാനായി എന്റെ കയ്യിൽ കാശുമില്ലല്ലോ. വെറും 10 രൂപയേ ഉള്ളൂ. ഇതുകൊണ്ട് എന്ത് കിട്ടാനാ? അനുരാധ ഇവിടെയും അവിടെയും തിരിഞ്ഞു നോക്കി. അവിടെ ഒരു പക്കോട കടയുണ്ടായിരുന്നു. എനിക്ക് 10 രൂപയ്ക്ക് പക്കോട നൽകൂ. അനുരാധ കടക്കാരന്റെ കയ്യിൽ 10 രൂപ നൽകി. എന്നിട്ട് പക്കോട വാങ്ങി. ആ പക്കോടയുമായി അനുരാധ ആ അമ്മുമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, ഇന്ന് നിങ്ങൾക്ക് നൽകാൻ എന്റെ കയ്യിൽ വേറൊന്നും തന്നെ ഇല്ല. പക്ഷെ ഇത് കഴിക്കൂ. ആ വയസ്സായ അമ്മുമ്മ ആ പക്കോട പേപ്പറിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഈ പക്കോട നിന്റെ വീട്ടിലേക്ക് എടുത്തോണ്ട് പോ മോളെ. ഞാൻ കഴിച്ചെന്ന് നീ വിചാരിച്ചോ? ഇന്ന് ഇതിന്റെ അവകാശം നിനക്കാണ്. പക്ഷെ അമ്മേ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ആ വയസ്സായ അമ്മുമ്മ ചിരിച്ചുകൊണ്ടേ അവളുടെ മുൻപിൽ തന്നെ മറഞ്ഞുപോയി. അനുരാധയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അവൾ ആ വയസ്സായ അമ്മുമ്മയെ അവിടെയും ഇവിടെയും തേടി. പക്ഷെ അവരെ എവിടെയും കാണാനില്ലായിരുന്നു. എന്നിട്ട് അനുരാധ തിരിച്ചു വീട്ടിലേക്ക് എത്തി. അവൾ തന്റെ ഭർത്താവിനോട് നടന്നതൊക്കെ പറഞ്ഞു. അതെങ്ങനെ പെട്ടെന്നൊരാൾക്ക് മറഞ്ഞു പോകാൻ കഴിയാ? അറിയില്ല ചേട്ടാ, എനിക്ക് ആശ്ചര്യം തോന്നി. ശരി, ആ പക്കോട കാണിച്ച്. അശോക് ആ പക്കോട ഉണ്ടായിരുന്ന പൊതി തുറന്നു. എന്നിട്ട് ആശ്ചര്യത്തിലായി. ആ പേപ്പറിനകത്ത് സ്വർണ്ണ പക്കോടകളാണ് ഉണ്ടായിരുന്നത്. സ്വർണമോ? ഇത്രമാത്രം സ്വർണമോ? ഇത് സത്യമാണോ എന്തോ? അതെ, പക്ഷെ ഇതെങ്ങനെയാ? എല്ലാം ആ വയസ്സായ അമ്മുമ്മയാണ് കാരണം. അന്ന് അവരെന്നെ ആശീർവദിച്ചിരുന്നു. നന്ദി മോളെ, നീ വളരെ നല്ലവളായി തോന്നുന്നു. നിനക്കൊരിക്കലും തെറ്റൊന്നും നടക്കില്ല. നിനക്ക് സഹായം വേണമെന്ന് തോന്നുമ്പോൾ നീ ചെയ്ത ധർമ്മം നിനക്ക് സഹായമായി മാറും. അതെ, നമ്മൾ ഇത്രയും കാലം ചെയ്ത നല്ല പ്രവൃത്തിക്ക് നമുക്ക് ആവശ്യം വന്നപ്പോൾ ആ സഹായം തിരിച്ചു കിട്ടി. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അതിനുശേഷം അശോകിന്റെയും അനുരാധയുടെയും ജീവിതം തന്നെ മാറി. അശോകിന്റെ രോഗമൊക്കെ മാറി. ഇപ്പോൾ അദ്ദേഹം ദിവസം തോറും ജോലിക്ക് പോകാറില്ല.
അനുരാധയും അശോകും സ്വന്തമായി വീട് വാങ്ങിയിരിക്കുന്നു. പിന്നെ ഒരു സ്വന്തം കടയും ഇട്ടു. ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ചു ജോലി ചെയ്തു. സ്വർണ്ണ പക്കോട വന്ന് അശോകിന്റെയും അനുരാധയുടെയും ജീവിതം തന്നെ മാറ്റി. മീർപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിൽ ജഗു എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരനുണ്ട്. ജഗുവിന് 2 കുട്ടികൾ, രാജു പിന്നെ മിനി. അച്ഛാ, നമ്മൾ പണ്ട് തൊട്ട് തന്നെ പാവപ്പെട്ടവരാണോ? ഇല്ല മോനെ, പണ്ടൊക്കെ നമ്മൾ പാവപ്പെട്ടവരല്ലായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ ഒരു വലിയ പൈസക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കാട്ടിലൊരു പന്നീർ വീട് കിട്ടിയിരുന്നു. നിനക്കറിയോ, ആ വീട്ടില് എത്ര പന്നീർ എടുത്താലും എൻ്റെ അച്ഛൻ ആ മായ പന്നീർ വീട്ടിൽ നിന്ന് കുറെ പന്നീർ എടുത്തിട്ട് അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വ്യാപാരം ചെയ്യുമായിരുന്നു. ആ പന്നീറിന്റെ വ്യാപാരമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒരു വലിയ പൈസക്കാരനായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ഗ്രാമത്തിന്റെ തലവനായ കബീർ സിംഗ് ആ മായ പന്നീർ വീടുള്ളതിന്റെ കഥ അറിഞ്ഞു കഴിഞ്ഞു. ഉപേന്ദ്ര, നിനക്ക് കാട്ടിലൊരു മായ പന്നീർ വീടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ ചേട്ടാ, കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പൈസക്കാരനാവാൻ പറ്റിയത്. പിന്നെ സ്വത്തുള്ള കാര്യത്തില് ഞാൻ നിന്നെക്കാട്ടും വലിയ പൈസക്കാരനാവും. ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കടകളിലും ഞാനാണ് പന്നീർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ചുറ്റിയുള്ള എല്ലാ സാധനത്തിനും എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. നീ എൻ്റെ അടുത്ത് പറയാതെ മായ പന്നീർ കൊണ്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. അയാൾ നമ്മളുടെ മുത്തശ്ശന്റെ അടുത്തുനിന്ന് എല്ലാം എടുത്തു പറിച്ചെടുത്തു. പിന്നെ അദ്ദേഹത്തിനെ ഗ്രാമത്തെ വിട്ടും പുറത്താക്കി. പിന്നെ എൻ്റെ അച്ഛൻ ഈ ഗ്രാമം മുഴുവനാണ് ചുറ്റി വന്നത്. പക്ഷെ ആരും അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഭിക്ഷ എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഓട്ടിവെച്ചത്. അന്ന് തൊട്ടാണ് മക്കളെ നമ്മൾ പാവപ്പെട്ടവരായത്. അച്ഛാ, ആ മായ പന്നീർ വീട് ഇന്നും കാട്ടിൻ്റെ ഉള്ളിലാണുള്ളത്? ഇല്ല മോനെ, ആ മായ പന്നീറിന്റെ വീടിനെ പറ്റി എനിക്ക് ഒരു കാര്യം അറിയില്ല. ആ പഞ്ചായത്ത് തലവർ പന്നീർ വീട്ടിൽ പോയി പന്നീർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ വീട് തന്നെ മറഞ്ഞു പോയോലെ. അന്ന് തൊട്ട് ആ പന്നീറിന്റെ കഥ ആർക്കും അറിയില്ലെന്നാ പറയുന്നത്. ചില സമയങ്ങളിൽ ജഗുവിന്റെ കുടുംബാവസ്ഥ വളരെ മോശമാകും. അച്ഛാ, ഇന്ന് രാജുവിന് തീരെ സുഖമില്ല. ഞങ്ങൾ 2 ദിവസമായി 2 പേരും എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരിച്ചാ? ശരി മോളെ, ഞാൻ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ. അന്ന് ഗ്രാമത്തിൽ ജഗു എല്ലാ വീടുകളിലും കയറിയിറങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ആരും ഒന്നും നൽകിയില്ല. ജഗു ആ തലവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോഴാണ് ജഗുവിന് അവരുടെ വീട്ടിൽ നിന്നും നല്ല ചൂട് പുറട്ടയുടെ മണം വന്നത്. ചേട്ടാ, ഒന്ന് കതവ് തുറക്കാൻ പറ്റുമോ? ഞാനാണ് ജഗു വന്നിട്ടുണ്ട്. എന്റെ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് കഴിക്കാൻ വല്ലത് ഭക്ഷണം തരാൻ പറ്റുമോ? ജഗു, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെയും വിളിച്ചിട്ട് നിന്നെ ഈ ഗ്രാമത്തിൽ വിട്ട് തന്നെ പുറത്താക്കി കളയോ. മനസ്സിലായോ? നിന്നെ ഈ ഗ്രാമത്തിൽ തന്നെ വെച്ചത് തന്നെ വലിയ കാര്യമാണ്. മര്യാദയ്ക്ക് ആലോചിച്ചോളൂ. തലവൻ തന്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരെ അയക്കുന്നതിന് മുൻപ് ജഗു അവരുടെ വീട്ടിന്റെ ഒരു മൂലയിൽ ചെന്ന് ഒളിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം തലവൻ തന്റെ വീടിനെ പൂട്ടിയിട്ട് തന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എവിടേക്കോ പോയി. ജഗു ആലോചിച്ചു. എന്നിട്ട് തന്റെ കുട്ടികൾക്ക് വേണ്ടി മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു. മതില് കയറിയിറങ്ങി അദ്ദേഹം തലവന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു 5-6 ബൊറട്ട മോഷ്ടിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അന്ന് ആ ബൊറട്ട ജഗുവിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ കഴിച്ചു. ഉച്ച സമയമായപ്പോൾ ഗ്രാമത്തിൽ ആരുമില്ലാത്ത സമയത്ത് ജഗുവും അവന്റെ കുട്ടികളും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ ജഗുവിന്റെ വീട്ടിന്റെ കതക് പൊട്ടിച്ചു. ജഗുവും അവന്റെ കുട്ടികളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. വാതിൽക്കൽ തലവനും പിന്നെ അദ്ദേഹത്തിന്റെ ആളുകളും കയ്യിൽ കമ്പോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. എടാ ജഗു, നിനക്ക് അഹങ്കാരം കൂടിയല്ലേ? നീ എന്റെ വീട്ടിൽ തന്നെ കേറി മോഷ്ടിക്കുമല്ലേ? നീ ചെയ്ത കാര്യങ്ങളൊക്കെ CCTVയിൽ ഞാൻ എല്ലാം കണ്ടോടാ കള്ള. എടാ, 2 പേരും ചേർന്ന ജഗുവിനെ അടിച്ച് പൊളിക്കടാ. ഇവര് 3 പേരെ ഈ ഗ്രാമത്തെ വിട്ട് പുറത്താക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു. തലവന്റെ ആളുകൾ ജഗുവിനെ വളരെ മോശമായി അടിക്കാൻ തുടങ്ങി. രാജുവിനും എനിക്കും തന്റെ അച്ഛൻ ഇങ്ങനെ അടി വാങ്ങിക്കുന്നത് കാണാൻ സഹിച്ചില്ല. 2 പേരും അവരവരുടെ കയ്യിലുള്ള ആയുധമെടുത്തു. തലവന്റെ ആളുകളുടെ തലയിൽ അതിൽ കല്ല് വെച്ച് അടിച്ചു. 2 പേരും അവരുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അയ്യോ, യുവമാര് നമ്മൾ അടിച്ചല്ലോ.
അച്ഛാ വേഗം വരൂ, നമുക്ക് ഓടിപ്പോവാം. അതിനുശേഷം അവർ 3 പേരും കാടിനെ നോക്കി ഓടി. തലവന്റെ 2 ആളുകളും അവരുടെ പിന്നാലെ ഓടി. എടാ ജഗു, നീ ഏതുവരെ ഓടും നമുക്ക് നോക്കാം. നിന്റെ മക്കളെ ഞാൻ വെറുതെ വിടില്ല. തലവന്റെ ആളുകൾ 2 പേരും അടികൊണ്ട സിംഹത്തെ പോലെ അവരെ വിരട്ടിക്കൊണ്ടുപോയി. അവസാനം നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയില്ല അച്ഛാ. ഇനി എന്തു ചെയ്യാനാ? ജഗു എന്തു കരുതിയെന്നാൽ താനും തന്റെ മക്കളും കുടുങ്ങിയത് തന്നെ എന്ന് കരുതി. അപ്പോഴാണ് ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന പന്നീർ വീട് കണ്ടത്. 3 പേരും ആ പന്നീർ വീടിനകത്തേക്ക് ചെന്നു. തലവന്റെ ആളുകൾ 2 പേരും ആ പന്നീർ വീട്ടിനകത്തേക്ക് പോകുന്നതിന് മുൻപേ ആ പന്നീർ വീട് മാഞ്ഞുപോയി. പന്നീർ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ മായ പന്നീർ വീട്ടിൽ നിങ്ങൾക്ക് എത്ര പന്നീർ ആവശ്യമോ നിങ്ങൾ എടുത്തിട്ട് പോവാം. എടാ പന്നീരെ, നീയാണോ പഴയ പന്നീരാണോ? എന്റെ അച്ഛന് കിട്ടിയ ആ പഴയ വീടാണോ? ഞാനാണത്. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞതാണ്, എന്നെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാശൊക്കെ നീ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ എന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മറഞ്ഞു പോവും. പക്ഷേ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. അവസാനം ആ ഗൂർ തലവനെ അറിഞ്ഞു പോയി. വേറെ വഴിയില്ലാതെ ഞാനും അറിഞ്ഞുപോയി. നിന്റെ അച്ഛൻ ചെയ്ത അതേ തെറ്റ് തന്നെ ദയവായിട്ട് നീയും ചെയ്യാൻ പാടില്ല. ചെയ്യില്ല, തീർച്ചയായിട്ടും അതുപോലെ തെറ്റ് ഞാൻ ചെയ്യേയില്ല. പിന്നെ നിന്നെ പറ്റി ഞാൻ ആരെടുത്തും പറയേയില്ല. ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നീ തന്നെ പറയണം. അതിനെപ്പറ്റി നീ ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും വയറു നിറയെ പന്നീർ കഴിച്ചു. പനീർ നല്ല രുചിയുണ്ട് അച്ഛാ. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വെനില ഫ്ലേവർ പാലിലിട്ട് കഴിക്കുന്നത് പോലെ ഉണ്ട് അച്ഛാ. കുട്ടികളെ, നാളെ തൊട്ട് നമുക്ക് പന്നീർ വിൽക്കാം. പക്ഷേ നമ്മൾ കണ്ണും മൂടി വെക്കുന്ന പോലെ വില വെക്കാൻ പാടില്ല. നമുക്ക് എത്ര ആവശ്യമാണോ അത്രയേ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. മറുവശത്ത് തലവൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. എടാ, നിങ്ങൾ 2 പേരും എന്റെ പേര് നാണം കെടുത്തിയല്ലോ. 2 അടിയും കിട്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അവര് 3 പേരും കാട്ടു പോയിട്ട് കാണാതായി പോയിന്ന്. ഇപ്പൊ ഞാൻ രംഗേനെയും മുന്നേനെയും അയക്കേണ്ടി വരും തോന്നുന്നല്ലോ. തലവൻ തന്റെ ആളുകളെ കാട്ടിനു പുറത്തായി കാവലിനായി നിർത്തി. തലവന്റെ ആളുകൾ നോക്കി, അതായത് ജഗു, രാജു പിന്നെ മിനി 3 പേരും പന്നീർ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പോകുന്നു. അവരിക്കാര്യം തലവനോട് ചെന്ന് പറഞ്ഞു. പോയ പ്രാവശ്യം ആ പന്നീർ വീട് എങ്ങനെയാണ് കാണാതെ പോയെന്ന് അറിയില്ല. ഈ പ്രാവശ്യം എന്തായാലും ശരി, അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അടുത്ത ദിവസം ജഗുവിന്റെ കുടുംബം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തലവൻ അവരെ പിടികൂടി. എന്നിട്ട് 3 പേരുടെ കൈകളും കെട്ടിയിട്ടു. ഇപ്പോൾ നിങ്ങൾ ആരും മിണ്ടാതെ എന്നെ ആ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാതെ പോലെ ഞാൻ അതങ്ങ് മാറ്റിക്കാളിയും, മനസ്സിലായോ? ജഗു, രാജു പിന്നെ മിനി തലവനെ മണിക്കൂറോളം ചുറ്റിക്കറങ്ങാൻ വെച്ചു. പക്ഷെ ആ പന്നീർ വീടുള്ള സ്ഥലത്തേക്ക് അവർ പോയതേയില്ല. ജഗു, കൊറേ നേരമായി നീ എന്റെ അടുത്ത് കളിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എടാ, ഈ 2 കുട്ടികളെ എടുത്ത് കുളത്തിലേക്ക് അങ്ങ് പോയി ഇട്ടേക്ക്. ഇല്ല, വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി തരാം. അവസാനം ജഗു തലവനെ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതാണോ ആ പന്നീർ വീട്? എടാ മണ്ടന്മാരെ, ആ 3 പേര് മരത്തിൽ കെട്ടിവെക്ക്. ഞാൻ പന്നീർ വീട്ടിലേക്ക് പോയിട്ട് ചുറ്റി കാണാൻ പോവുകയാണ്. 3 പേരും അകത്തേക്ക് പോയതും തന്നെ ഒരുപാട് പന്നീർ അവരുടെ മേലിൽ വന്ന് വീണു. തലവനും അദ്ദേഹത്തിന്റെ ആളുകളും ആ പന്നീരിന്റെ അടിയിൽ ചെന്ന് കുടുങ്ങി. അയ്യോ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കൂ. ഞാൻ ചത്തുപോകും തോന്നുന്നു, ശ്വാസം വിടാൻ പറ്റുന്നില്ല. എടാ താടിക്കാരാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി ജഗ്ഗുവിന്റെ കുടുംബത്തിന് നീ ഒന്നും ചെയ്യില്ലെന്ന് പറയൂ. ഇനി മര്യാദയ്ക്ക് നീ എന്നെ തേടിയിട്ട് വരാനേ പാടില്ല. ശരി ശരി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇനി ജഗ്ഗുവിന്റെ കുടുംബം മാത്രമല്ല, ഗ്രാമത്തിലുള്ള ആരും ഞാൻ ശല്യം ചെയ്യില്ല. എന്നെ വിട്ടേക്ക്. പിന്നീട് തലവന്റെ പുറത്തുണ്ടായിരുന്ന ആ പന്നീർ കാണാതെ പോയി. തലവനും അവന്റെ ആളുകളും ജഗു, മിനി, രാജുവിനെ കെട്ടിയിട്ടിരുന്നത് അഴിച്ചുവിട്ടു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. ലഖൻപുരം എന്ന ഗ്രാമത്തിലാണ് സുഷമ തന്റെ ഭർത്താവും മക്കളുമൊത്ത് ജീവിച്ചിരുന്നത്.
അവളുടെ ഭർത്താവിന് നടക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് അവളാണ്. വീട്ടുചെലവിനും മറ്റു കാര്യങ്ങൾക്കുമായി അവൾ തന്റെ അനന്തരവനോടൊപ്പം പുറത്തൊരു ജിലേബി കടയാണ് നടത്തിയിരുന്നത്. കരണാണെങ്കിൽ ഒരു വഴക്കാളിയും താന്തോന്നിയുമായ ഒരു മനുഷ്യനായിരുന്നു. എല്ലായ്പ്പോഴും ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. എല്ലാവരോടും എപ്പോഴും ദേഷ്യമായിരുന്ന അവന് തന്റെ അമ്മാവന്റെ സ്വത്തും പണവും കൈക്കലാക്കാനായിരുന്നു ഉദ്ദേശം. മോനെ കരണേ, നീ ഇന്ന് പോയിട്ട് ആ കടയൊന്ന് തുറക്കണം. എനിക്കിവിടെ വേറെ കുറച്ച് പണികളുണ്ട്. ഞാനൊന്നും പോയി തുറക്കാൻ പോകുന്നില്ല. മാമി എന്താ എന്നെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിക്കാനാണ് ഉദ്ദേശം? മാമിക്ക് നാണാവുന്നില്ലേ? ഞാൻ നിന്നോട് പാറ പൊട്ടിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ കടയൊന്ന് പോയി തുറക്കാനല്ലേ പറഞ്ഞുള്ളൂ. കരൺ അവിടുന്ന് ദേഷ്യത്തിൽ കട തുറക്കാനായിട്ട് പോയി. ചേട്ടാ, എനിക്ക് ജിലേബിയോടൊപ്പം തൈരും കൂടി വേണം. നീ ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് എന്റെ കയ്യിൽ നിന്ന് തൈര് വാങ്ങുന്നത്. പൊക്കോ, ഇനി ഞാൻ തരാൻ പോകുന്നില്ല. തനിക്ക് എന്നോട് വഴക്കുണ്ടാക്കിയാൽ മാത്രം മതിയോ? എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ പണി? അവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നതിനിടയിലാണ് സുഷമ അങ്ങോട്ടേക്ക് വന്നത്. ആന്റി, ഇത് കണ്ടില്ലേ? ഇയാളൊരു കാര്യമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കുക. ഇവിടെ നിൽക്കുന്നതേ മണ്ടത്തരമാണ്. ഞാൻ പോന്നു. മാമി വേറെ ആളെ നോക്കിക്കോ. കരൺ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അന്നു മുഴുവൻ സുഷമ കടയിലെ ജോലികൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. രാത്രിയിൽ വീട്ടിൽ വന്ന ശേഷം തന്റെ ഭർത്താവ് രാമകൃഷ്ണനോട് സകല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? എനിക്കറിയാം സുഷമ. ഞാൻ അവനോട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്തായാലും ചെയ്യണം, വളരെ പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. കരനോട് സംസാരിക്കുന്നതിനു വേണ്ടി രാമകൃഷ്ണൻ അവനെ ഉറക്കി വിളിച്ചു. എന്നാൽ അവനപ്പോ തന്റെ ഫ്രണ്ട്സിനൊപ്പം പാർട്ടിക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു. എനിക്കിവിടെ ഇങ്ങനെ പണിയെടുത്ത് ചാവാൻ വയ്യ. എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇന്ന് രാത്രി ഒരു പാർട്ടിക്ക് പോണം. രാവിലെ തിരിച്ചു വരാം. ചിലപ്പോ വൈകുന്നേരം ആവും. എന്നെ അന്വേഷിക്കാനൊന്നും വരണ്ട. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് ഞാൻ കടയിൽ തനിച്ചായിരുന്നു. നാളെയും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. പിറ്റേന്ന് രാത്രി ഒരുപാട് വൈകിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അമ്മാവന്റെ സകല സ്വത്തുക്കളും തന്റെ പേരിലാക്കാനുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടാണ് അവൻ വന്നത്. അമ്മാവാ, ദാ ഇത് കണ്ടില്ലേ? ഇതിലൊന്ന് സൈൻ ചെയ്യണം. എന്റെ കോളേജിലെ റിസൾട്ടാ. ആണോ മോനെ? കൊണ്ടുവാ, ഞാൻ ഇപ്പോ തന്നെ ഒപ്പിട്ട് തരാം. ആ സമയത്താണ് സുഷമ അവിടേക്ക് വന്നത്. തന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന മുദ്രപത്രം കണ്ട് അവൾ ചോദിച്ചു, നിക്ക് നിക്ക്, നിങ്ങൾ ഇതെന്തായി ചെയ്യുന്നേ? ഞാൻ അവന്റെ കോളേജിലെ റിസൾട്ടിൽ ഒന്ന് ഒപ്പുവെച്ചതല്ലേ. ഇതവന്റെ കോളേജിലെ പേപ്പർ ഒന്നുമല്ല, നമ്മുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള ഡോക്യുമെന്റ്സാ. നീ എന്താ പറഞ്ഞേ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നില്ല അമ്മായിക്ക്? സുഷമയും രാമകൃഷ്ണനും കരണിന്റെ ഈ സ്വഭാവം കണ്ടിട്ട് വല്ലാതെ വിഷമിച്ചു. എങ്കിലും അവനെ അവരുടെ വീട്ടിൽ നിന്നും അന്ന് തന്നെ പുറത്താക്കി. എന്നിട്ട് സുഷമ ഒറ്റയ്ക്ക് തന്നെ ജിലേബി കച്ചവടം തുടർന്നു. ഞാൻ ഇനി കുറച്ച് നേരത്തെ വരണം. രാത്രിയിൽ വൈകി അടയ്ക്കാൻ വേണം. കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ലാഭം കിട്ടും. സുഷമ രാത്രിയും പകലും അധ്വാനിച്ച് തന്റെ ആ ജിലേബി കച്ചവടം കൊണ്ടുപോവുകയായിരുന്നു. ഈ കടയിലെ കച്ചവടം നശിപ്പിച്ചേ മതിയാവും. ഇവരാണ് ആ സ്വത്ത് കൈക്കലാക്കാൻ തടസ്സമായത്. ഇവരില്ലായിരുന്നുവെങ്കിൽ കടയുടെയും വീടിന്റെയും മുതലാളി ഞാനായിരുന്നേനെ. ഒരു കാര്യം ചെയ്യാം, ജിലേബിയുടെ ഉള്ളിൽ പിരിഞ്ഞ പാലിന്റെ പനീർ എടുത്തിടാം. ജിലേബി പിന്നെ ഒരു മനുഷ്യൻ കഴിക്കില്ല. കരൺ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പാൽ പിരിച്ചെടുത്ത പനീർ, അതും ഒരൽപ്പം പുളിയുള്ളത്, ജിലേബി മാവിന്റെ വലിയ പാത്രത്തിൽ കൊണ്ടിട്ടു. ചേച്ചി, എനിക്ക് കുറച്ച് ജിലേബി വേണമായിരുന്നു. അതിനെന്താ, നല്ല ചൂടൻ ജിലേബി ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. സുഷമ ഒന്നും അറിയാതെ പനീർ ചേർത്ത മാവ് കൊണ്ട് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ജിലേബി ഉണ്ടാക്കി വന്നപ്പോ ചുവന്ന നിറത്തിനു പകരം വെളുത്ത നിറത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതെന്ത് തമാശയാ ചേച്ചി? നിങ്ങളോട് ഞാൻ ജിലേബി ചോദിച്ചപ്പോ ജിലേബിയുടെ രൂപത്തിലുള്ള മധുരമുള്ള പനീർ തന്നിരിക്കുന്നു. ഇത് കാണാൻ ശരിക്കും ജിലേബി പോലെ ഉണ്ട്, പക്ഷെ ജിലേബി അല്ല. ഇതെങ്ങനെ സംഭവിച്ചു? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. ആ സ്ത്രീ കടയിൽ നിന്നും ദേഷ്യത്തോടെ പോകുന്നത് കരൺ കണ്ട് അവന് സന്തോഷം തോന്നി. ആ സ്ത്രീ പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇനി ഇവര് മനസ്സിലാക്കും കരണുമായി കളിച്ചാലുള്ള അനന്തരഫലം എന്തായിരിക്കുമെന്ന്. അപ്പോഴവിടേക്ക് രാമകൃഷ്ണൻ തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളോടൊപ്പം വന്നു. സുഷമ, നോക്കൂ, എന്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. നിന്നെ കാണാനും നമ്മുടെ കടയിലെ ജിലേബി തിന്നാനുമാ വന്നിരിക്കുന്നത്. ആഹാ, അത് കൊള്ളാലോ, നല്ല കാര്യം. അതെ, ഞാൻ നിങ്ങളുടെ ജിലേബിയെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അതെ, ഞാനും. പിന്നെ ഞങ്ങൾ 400 കിലോമീറ്റർ ദൂരെ നിന്നാണ് രാമുവിനെ കാണാൻ വന്നിരിക്കുന്നത്. സുഷ്മയ്ക്ക് ജിലേബിയിൽ പനീർ വീണിരിക്കുന്ന കാര്യം ഓർമ്മ വന്നു. എങ്കിലും തന്റെ അതിഥികളെ മുഷിപ്പിക്കാതിരിക്കാനായി ആ മാവ് കൊണ്ട് തന്നെ നല്ല ചൂടൻ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുത്തു. നിങ്ങളുടെ കടയിലെ ജിലേബി കുറച്ച് വ്യത്യസ്തമാണല്ലോ.
എനിക്ക് തോന്നുന്നു സുഷമ ഇന്ന് പുതിയ രീതിയിലാ ഉണ്ടാക്കിയിരിക്കുന്നെന്ന്. ഇത് കാണാൻ വെളുത്തതാണെങ്കിലും നല്ല സ്വാദുള്ളതാണ്. അവരാ ജിലേബി കഴിച്ചു തീരുന്നതിന് മുൻപ് തന്നെ കരൺ അവിടേക്ക് വന്നു. ആ തിന്നോളൂ തിന്നോളൂ. ഇവരുടെ ജിലേബി തിന്ന ഒരുപാട് പേര് ഇവിടം വിട്ടു പോയതാ. ഇനിയിപ്പോ നിങ്ങളും ഇവിടെ നിന്ന് ഓടിക്കോളും. ഇതെന്റെ അനന്തരവനാ. ഇവൻ എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ജിലേബി കഴിച്ചോളൂ. അങ്ങനെ രാമകൃഷ്ണന്റെ സുഹൃത്തുക്കൾ ആ ജിലേബി കഴിക്കാൻ തുടങ്ങി. പനീർ ചേർത്ത ആ ജിലേബി കഴിച്ച് അവർ രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് ചേച്ചി. എന്തു സ്വാദുള്ള ജിലേബിയാണിത്. ജിലേബിയേക്കാൾ കൂടുതൽ ഇതിലെ മധുരമാ മുന്നിൽ നിൽക്കുന്നത്. സത്യമായും ജിലേബി അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കടയുടെ പേര് മാറ്റി പനീർ ജിലേബി എന്നാക്കുന്നതാ നല്ലത്. അത് നിങ്ങളുടെ കച്ചവടത്തിന് വലിയ ലാഭം ഉണ്ടാക്കി തരും. ആണോ? ശരിക്കും എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇത് നന്നായിട്ടുണ്ടെന്നോ? അവർ പറഞ്ഞത് കേട്ടിട്ട് വിശ്വാസം വരാതിരുന്ന കരൺ അവൻ തന്നെ മാറ്റം വരുത്തിയ ആ പനീർ മാവ് കൊണ്ടുണ്ടാക്കിയ ജിലേബി കഴിച്ചു നോക്കി. അവനത് ശരിക്കും ഇഷ്ടപ്പെട്ടു. അല്ല, ഇത് ശരിക്കും നല്ലതാണല്ലോ. ഇതിന് നിങ്ങൾ അവരെയല്ല പ്രശംസിക്കേണ്ടത്. ഈ പനീർ ജിലേബി ഞാൻ ഉണ്ടാക്കിയതാ. ഈ ജിലേബി മാവിൽ പനീർ ഇട്ട് നോക്കിയത് ഞാനാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്റെ ഐഡിയ? സുഷമയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോഴവൾ പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ ഈ കട എങ്ങനെയെങ്കിലും അടപ്പിക്കാൻ ആഗ്രഹം. എന്നിട്ട് ഞങ്ങൾ റോഡിൽ ഇറങ്ങി തെണ്ടണം അല്ലേ? സുഷമ, ഇങ്ങനെയൊക്കെ വിരുന്നുകാർക്ക് മുമ്പിൽ പറയാൻ പാടില്ല. അതിഥികൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ കരൺ തന്റെ അമ്മാവൻ രാമകൃഷ്ണനോട് പറഞ്ഞു, അമ്മാവ, നിങ്ങൾ എനിക്ക് സ്വത്തും ഭൂമിയും ഒന്നും തന്നില്ല. പോട്ടെ, ഞാൻ ഇത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ കട എനിക്കിങ്ങ് തന്നാ മതി. ഞാൻ ഇനി ഇവിടെ ഈ പനീർ ജിലേബി കച്ചവടം ചെയ്തോളാം. നിനക്ക് ഈ കട തരുന്നതില് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നിനക്ക് ഈ കട നന്നായി കൊണ്ടുനടക്കാൻ സാധിക്കുമോ? നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഈ ജിലേബി കട നന്നായി നടത്തുന്നില്ലെങ്കിൽ ഇതെന്റെ കയ്യിൽ നിന്ന് തിരികെ എടുത്തോളൂ. ശരി മോനെ, നീ പറയുന്നത് പോലെ ചെയ്യാം. കരൺ രാവും പകലും അധ്വാനിച്ച് തന്റെ ആ ജിലേബി ഷോപ്പ് നന്നായി കൊണ്ടുപോകാൻ തുടങ്ങി. എന്നാൽ കരണിന്റെ ഒരു സുഹൃത്ത് അവന് കരണിലുണ്ടായ ഈ മാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കരണിന്റെ ജിലേബി ഷോപ്പിലേക്ക് വന്നു. വാടാ കരൺ, ഒന്ന് കറങ്ങിയിട്ട് വരാം. എനിക്ക് നിങ്ങൾക്കൊപ്പം വരാൻ പറ്റില്ല. എനിക്കെന്റെ കച്ചവടം നോക്കാനുണ്ട്. അമ്മാവനും അമ്മായിയും എന്നെ വിശ്വസിച്ച് കട ഏൽപ്പിച്ച് തന്നതാ. അവർ രണ്ടാളും പറയുന്നത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് കരണിന്റെ സുഹൃത്തുക്കൾക്ക് അവനോട് ദേഷ്യം വന്നു. അവർ ആ കട നശിച്ചു പോകുന്നതിനുള്ള വഴി ആലോചിച്ചു. എന്നിട്ട് അതിനുവേണ്ടി ഒരു മന്ത്രവാദിയുടെ അരികിൽ ചെന്ന് ആ കട നശിക്കുന്നതിനുള്ള ദുർമന്ത്രവാദം ചെയ്യാൻ പറഞ്ഞു. ഒരു ദിവസം കരൺ കടയിലില്ലാതിരുന്ന ആ സമയത്ത് ആ മന്ത്രവാദി കൊടുത്ത ഒരു ചെറിയ ഏലസ് ചരടിൽ കെട്ടി അവന്റെ കടയിൽ കൊണ്ടുപോയി വെച്ചു. ഇനി കാണാം കളികൾ. ഇത്രയും നാൾ ഒന്നിച്ച് നടന്നിട്ട് ഇപ്പൊ അവൻ അങ്ങനെ ഒറ്റക്ക് നന്നാവണ്ട. ഈ ഏലസ് ഇവിടെ എങ്ങനെ വന്നു? എനിക്ക് തോന്നുന്നു സുഷമ വെച്ചതാണെന്ന്. ഏതായാലും ഇതെന്റെ കയ്യിൽ കെട്ടി നോക്കാം. ആ ഏലസ് രാമകൃഷ്ണൻ എടുത്തതും അയാൾക്ക് തന്റെ വീൽചെയറിൽ നിന്നും തനിയെ എഴുന്നേൽക്കാനായി സാധിച്ചു. എന്നുവെച്ചാൽ ആ ഏലസിലൂടെ അയാൾക്ക് നന്മയാണ് വന്നത്. അയാൾ അവിടെ ആകെ ഓടി നടക്കാൻ തുടങ്ങി. ഇതെന്താ, എനിക്ക് നടക്കാൻ കഴിയുന്നെന്നോ? എന്റെ കാലുകൾ ശരിയായല്ലോ. ഇത് ഫലസിദ്ധിയുള്ള ഒരു ഏലസാണല്ലോ. ഭഗവാനെ, അങ്ങേക്ക് 1000 നന്ദി. അവിടെ നിന്നും ഒരൽപ്പം മാറി ഇതെല്ലാം കണ്ടോണ്ടു നിന്ന കരണിന്റെ സുഹൃത്ത് ആകെ അത്ഭുതപ്പെട്ടു. ഉടനെ തന്നെ ഓടി ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെന്നു. ആ മന്ത്രവാദി അവനോട് പറഞ്ഞു, നിനക്കിതെങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിഞ്ഞു? നിന്നെ പോലെയുള്ള ദുഷ്ടന്മാരോട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അന്ന് ആ കടയിൽ ഒരു പെൺകുട്ടി എന്റെ വിശപ്പടക്കിയിരുന്നു. എനിക്ക് ജിലേബി തന്നുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് ഈ ഉപകാരം ചെയ്തു. ഇനി മുതൽ അവരുടെ പനീർ ജിലേബി ആരൊക്കെ കഴിക്കുന്നുവോ അവരെല്ലാം സന്തുഷ്ടരായി മാറും. അവരുടെ രോഗങ്ങളും സുഖപ്പെടും. എന്നോട് ക്ഷമിച്ചാലും ബാബ, എന്റെ മനസ്സ് നിറയെ ദുഷ്ടചിന്തകളായിരുന്നു. അവിടെ ഉണ്ടാക്കുന്ന ജിലേബികൾ വളരെ നന്നായി തന്നെ വിറ്റുപോകാൻ തുടങ്ങി. അത് കഴിക്കുന്നവരുടെ അസുഖങ്ങളാണെങ്കിലോ അതും മാറാൻ തുടങ്ങി. കരണിന്റെ അധ്വാനം കണ്ട് അവന്റെ അമ്മാവനും അമ്മായിയും ഒരുപാട് സന്തോഷിച്ചു. അവരൊരുമിച്ച് സന്തോഷമായി ജീവിച്ചു.